നമസ്കാരം സുഹൃത്തുക്കളെ. ചെറുപ്പക്കാരായ സഖാക്കളെ പ്രായം ചെന്ന നേതാക്കളെല്ലാം കൂടെ ഇളക്കിവിട്ട് ഈടിയുടെ വണ്ടിയും തല്ലി പൊട്ടിച്ച് എന്നിട്ട് അവരെ ജയിലിലുമാക്കി. ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ ജയിലിലുണ്ടോ? അവർ അവരുടെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നു. എന്നാൽ ജയിലിൽ പോയ സഖാക്കളുടെ വീട്ടുകാരുടെ വിഷമവും ദുഃഖവും അവരറിയുന്നുണ്ടോ? അവരുറങ്ങുന്നുണ്ടോ? ഈ ജയിലിൽ പോയവരുടെ സ്ഥിതി എന്താകും എന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? മുതിർന്ന നേതാക്കളെല്ലാം കൂടിയാണ് ഇവരെ ഇളക്കിവിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ സൈഡായി. ഇനി അനുഭവിക്കേണ്ടത് ജയിലിൽ പോയ കുട്ടി സഖാക്കളുടെ വീട്ടുകാരും ഭാര്യമാരും കുഞ്ഞുങ്ങളും. ചിന്തിക്കുക, ഇനിയെങ്കിലും ഇവൻ്റെയൊക്കെ പുറകിന് പോകാതെ കുടുംബം നോക്കി ജീവിക്കാൻ നോക്കൂ. വോട്ടവകാശമുണ്ടല്ലോ, വോട്ട് ചെയ്യുക ഏത് പാർട്ടിക്കാന്ന് വെച്ചാൽ. ഒരുത്തൻ ഭരിച്ച് അവന് നല്ല ഭരണം നടത്തുകയാണെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വോട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർ സ്വയം വോട്ട് ചെയ്യും. അതല്ലേ നല്ലത്? എന്തിന് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയി ജയിലിൽ കിടക്കണം, ഭാവി കളയണം, അല്ലേ?